ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ LGS പരീക്ഷയ്ക്ക് ആവശ്യമായ ടോപ്പിക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജീവശാസ്ത്രത്തിലെ ടോപ്പിക്കുകളാണ്. അതിനു മുൻപ് രസതന്ത്രത്തിലെയും ഭൗതികശാസ്ത്രത്തിലെയും ഓരോരോ ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം, നന്നായിട്ട് പഠിക്കണം, നോട്ടൊക്കെ എഴുതണം. അപ്പം ഏതൊക്കെ ക്ലാസ്സാണ് ഇനി വേണ്ടതെന്ന് ഒന്ന് കമൻ്റ് ഇട്ടാൽ കൊള്ളാം. അപ്പം നമുക്ക് കമൻസിലൂടെ ഏത് ക്ലാസ്സാണ് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പം നമുക്ക് അതുപോലെ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് മാർക്കിനുള്ളത് നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ജീവശാസ്ത്രത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ഇനി സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? തിയോഫ്രാസ്റ്റസ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? തിയോഫ്രാസ്റ്റസ്. ഇനി ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ലാമാർക്ക്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്ക്. ഓക്കെ, ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രം തിയോഫ്രാസ്റ്റസ്. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ബയോളജി ലാമാർക്ക്. പഠിച്ചല്ലോ. അടുത്ത് നമുക്ക് കോശത്തിലേക്ക് പോകാം. കോശം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് എന്ത്? കോശം എന്ന് പറയുന്നത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. സെൽ എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥം എന്താണ്? ചെറിയ മുറി. സെൽ എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥം ചെറിയ മുറി. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി. മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം ഏതാണ്? ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക. ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്കയാണ് മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം. അത് എഴുതിയതാരാണ്? ആൻഡ്രിയാസ് വെസാലിയസ്. ആൻഡ്രിയാസ് വെസാലിയസ് ആണ് ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക എഴുതിയത്. ആൻഡ്രിയാസ് വെസാലിയസ്. ഇനി അടുത്ത് നോക്കി, ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത്. ഇനി നോക്കി, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. ഇനി അടുത്തത്, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടിയാണ് എന്താവിഷ്കരിച്ചത്? കോശ സിദ്ധാന്തം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടിയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇനി റോബർട്ട് ഹുക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കോശം കണ്ടുപിടിച്ചു. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. ഇനി മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് റോബർട്ട് ഹുക്ക് ആണ്. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയ. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയ ആണ്. മൈക്രോഗ്രാഫിയ ആരുടെ പുസ്തകമാണ്? റോബർട്ട് ഹുക്കിൻ്റെ പുസ്തകമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്.
ഇനി അടുത്തത് കോശ സിദ്ധാന്തം. എന്താണ്? എല്ലാ ജീവികളും കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ ജീവികളും കോശങ്ങളാൽ നിർമ്മിതമാണ്. കോശം ജീവൻ്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ അടിസ്ഥാന ഘടകമാണ്. എന്ത്? കോശമെന്ന് പറയുന്നത് ജീവൻ്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ അടിസ്ഥാന ഘടകമാണ്. അടുത്തത് പുതിയ കോശങ്ങൾ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ മൂന്നെണ്ണമാണ് എന്ത്? കോശ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. നോക്കിയേ, എല്ലാ ജീവികളും കോശങ്ങളാൽ നിർമ്മിതമാണ്. കോശം ജീവൻ്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ അടിസ്ഥാന ഘടകമാണ്. പുതിയ കോശങ്ങൾ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പുതിയ കോശങ്ങൾ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓർത്ത് വെക്കണം. 3 സെൻറ്റൻസ് കോശ സിദ്ധാന്തത്തെ പറ്റിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തത് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത്. റുഡോൾഫ് വിർഷോ. അപ്പം കോശ സിദ്ധാന്തം കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. ഇനി നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോ ആണ്. എന്നാണ്? 1885 നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഓംനിസെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പുതിയ കോശവും നിലവിലുള്ള കോശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓംനിസെല്ലുല ഈ സെല്ലുല. പുതിയ കോശങ്ങൾ നിലവിലുള്ള കോശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആരാണ് പറഞ്ഞത്? റുഡോൾഫ് വിർഷോ ആണ്. എന്നാണ്? 1885. ഇനി കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? വൈറസ് വിഭാഗത്തിനാണ് കോശ സിദ്ധാന്തം ബാധകമല്ലാത്തത്. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏതാണ്? വൈറസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ഇനി അടുത്തത് ഒറ്റ കോശമുള്ള ജീവികൾ അറിയപ്പെടുന്നത് എന്താണ്? ഏകകോശ ജീവികൾ. ഒറ്റ കോശമുള്ളവ ഏകകോശ ജീവികൾ. ഉദാഹരണം ബാക്ടീരിയ, പാരമീസിയം, യുഗ്ലീന, അമീബ. ഇവയൊക്കെ ഏകകോശ ജീവികളാണ്. ഉദാഹരണം പഠിച്ചു വെക്കണം, ചോദിക്കും. ഏകകോശ ജീവികൾ ബാക്ടീരിയ, പാരമീസിയം, യുഗ്ലീന, അമീബ. ഇനി അടുത്തത് 2 അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ എന്താണ്? ബഹുകോശ ജീവികളാണ്. 2 അതിലധികമോ കോശങ്ങളുള്ള ജീവികളെ വിളിക്കുന്നത് ബഹുകോശ ജീവികൾ. ഏതൊക്കെയാണ്? സസ്യങ്ങളും ജന്തുക്കളും മാത്രം. ബഹുകോശ ജീവികൾ സസ്യങ്ങൾ, ജന്തുക്കൾ. ഇവ എന്താണ്? ബഹുകോശ ജീവികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയാൽ അടുത്തത് സസ്യകോശം. നോക്കിയേ, ഒരു സസ്യകോശത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ്. സസ്യകോശത്തിന് മാത്രമേ കോശഭിത്തി ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ്. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം, മഗ്നീഷ്യം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാൽസ്യം, മഗ്നീഷ്യം. കോശത്തിൻ്റെ പുറമേയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശസ്തരം. കോശത്തിൻ്റെ പുറമേയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശസ്തരം. അടുത്തത് പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് എന്താണ്? കോശസ്തരമാണ്. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് കോശസ്തരം. കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോശസ്തരം ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ആരാണ്? സിംഗറും നിക്കോൾസണും കൂടിയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർമ്മിച്ചത്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ സിംഗർ, നിക്കോൾസൺ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ സിംഗർ, നിക്കോൾസൺ. അടുത്തത് മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് എന്താണ്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ
കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQയോട് ചോദിച്ചിട്ടുള്ളതാണ്. ജീവൻ്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് എന്താണ്? ജീവദ്രവ്യം. ജീവൻ്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് ജീവദ്രവ്യമാണ്. ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയപ്പെടുന്നത് എന്താണ്? പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ഹക്സ്ലി ആണ്. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് TH ഹക്സ്ലി. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ഹക്സ്ലി. ഇനി പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് ആരാണ്? JE പർക്കിൻജി. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് JE പർക്കിൻജി. ഇനി ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കോശദ്രവ്യം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQയോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്താണ്? ന്യൂക്ലിയസ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ന്യൂക്ലിയസ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ന്യൂക്ലിയസ്. കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്? കോശമർമ്മം അതായത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. എപ്പോഴാണ്? 1831 റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടെത്തിയത്. എന്നാണ്? 1831 റോബർട്ട് ബ്രൗൺ കോശമർമ്മം കണ്ടെത്തി. ഇനി മർമ്മത്തെ ആവരണം ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? മർമ്മസ്തരം. മർമ്മത്തെ ആവരണം ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് മർമ്മസ്തരം. നോക്കിയേ, റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ഏതാണ്? മർമ്മകം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം മർമ്മകം. ഇനി മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി എന്താണ്? സ്കൂട്ടോയിഡ്. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി സ്കൂട്ടോയിഡ്. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി സ്കൂട്ടോയിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖല അറിയപ്പെടുന്നത് എന്താണ്? ക്രൊമാറ്റിൻ ജാലിക. ഇമ്പോർട്ടൻ്റ് ആണ്, PYQയോട് ചോദിച്ചിട്ടുള്ളതാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖല അറിയപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലിക. ഇനി കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് എന്താണ്? പ്രോക്യാരിയോട്ടുകൾ. കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല, ന്യൂക്ലിയസ് ഇല്ല. എന്താണ്? പ്രോക്യാരിയോട്ടുകൾക്ക് ന്യൂക്ലിയസ് ഇല്ല. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. എക്സാമ്പിൾസ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇതൊക്കെ എന്താണ്? പ്രോക്യാരിയോട്ടുകളാണ്. പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത് എന്താണ്? കോശത്തിൽ മർമ്മം കാണാത്ത ജീവികളെയാണ് പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇനി കോശങ്ങളിൽ വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ ജീവികൾ അറിയപ്പെടുന്നത് എന്താണ്? യൂക്യാരിയോട്ടുകൾ. ന്യൂക്ലിയസ് ഉള്ള ജീവികൾ അറിയപ്പെടുന്നത് യൂക്യാരിയോട്ടുകൾ എന്നാണ്. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? അമീബ, സസ്യങ്ങൾ, ജന്തുക്കൾ. അമീബ, സസ്യങ്ങൾ, ജന്തുക്കളൊക്കെ എന്താണ്? യൂക്യാരിയോട്ടുകളാണ്. അതിന് എന്താണ്? വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്. അതിനാൽ അതിനെ വിളിക്കുന്നത് എന്താണ്? യൂക്യാരിയോട്ടുകൾ. ഉദാഹരണമായിട്ട് അമീബ, സസ്യങ്ങൾ, ജന്തുക്കൾ. ഇനി കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകൾ ഏതൊക്കെയാണ്? DNA-യും RNA-യും. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകൾ ഏതൊക്കെയാണ്? DNA-യും RNA-യും. ഇമ്പോർട്ടൻ്റ് ആണ്, PYQയോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി DNA-യുടെ ധർമ്മം എന്താണ്? പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണം. DNA-യുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ്. DNA-യുടെ ധർമ്മം ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. RNA-യുടെ ധർമ്മം എന്താണ്? മാംസ സംശ്ലേഷണമാണ്. RNA-യുടെ ധർമ്മം മാംസ സംശ്ലേഷണം. RNA-യുടെ ധർമ്മം മാംസ സംശ്ലേഷണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQയോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ജീവശാസ്ത്രത്തിലെ ഒരു ടോപ്പിക്ക്. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ഇനി നമ്മൾ അടുത്തടുത്ത് തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂട്ടുകാർ നന്നായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് ഈ വർഷം LGSൻ്റെ അല്ലെങ്കിൽ മറ്റ് PSC പരീക്ഷകളിലൊക്കെ റാങ്ക് ലിസ്റ്റിലെത്തണം. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇനി ഏതെങ്കിലും ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ എനിക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും മെച്ചപ്പെടുത്തണമെങ്കിലൊക്കെ നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.